ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കിയതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഈ മാർച്ച് മാസത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ മോർണിംഗ് മന്നയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഈ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 2024 2 മാസം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. 3-ാമത്തെ മാസം മാർച്ച് മാസം വളരെ ചൂടേറിയ മാസമാണ്. എന്നാൽ ആത്മീയ ഗോളത്തിലുള്ളവർക്ക് ആത്മീയ ചൂട് അനുഭവപ്പെടേണ്ട കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആ ആത്മീയ ചൂട് നമ്മളിൽ നിന്ന് പോകാതെ അത് ദിനംതോറും പുതുക്കുവാൻ ഈ മോർണിംഗ് മന്ന, ദൈവത്തിന്റെ വചനമാകുന്ന മോർണിംഗ് മന്ന ആവോളം ഭക്ഷിക്കുവാൻ നിങ്ങളെ ഏവരെയും ഈ മോർണിംഗ് മന്നയിലേക്ക് ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കാനായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം അങ്ങനെ തുടർന്നു പോവുകയാണ്. അന്ന് സസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഉൽപ്പത്തിയുടെ സൃഷ്ടിപ്പിന്റെ വിവരം അവിടെ തുടരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മള് ലോകത്തിലെ അനവധി സംഭവങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്, വാർത്തകൾ കേൾക്കുന്നവരാണ്. പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായിട്ട് ഏതാണ്ട് 44 വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നാണ് 2018 കണക്കുകൾ പറയുന്നത്. അതിൽ ഒരാൾ ഒഴിച്ച് 43 പേരും വിവാഹിതരായിരുന്നു. എന്നാൽ ഒരാൾ മാത്രം അവിവാഹിതനായിരുന്നു. ഈ വ്യക്തികളെ കുറിച്ച് വളരെ ഏറ്റവും രസകരമായ ഉൾക്കാഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ 43 പേരും അവരുടെ ഭാര്യമാർക്ക് അവർ കത്ത് എഴുതിയിരുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വ്യക്തിഗത കത്തുകൾ, ടെലിഗ്രാമുകൾ, കാർഡുകൾ, ടെലിടൈപ്പ് സന്ദേശങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇതിൽ പലതും ഇന്ന് കുടുംബ ശേഖരങ്ങൾ പ്രസിദ്ധീകരിച്ചതായ ശേഖരണത്തിൽ ഇന്ന് ലഭ്യമാണ്. ഇവരെഴുതിയിരിക്കുന്നതായ എഴുത്തുകളിൽ ചിലതൊക്കെ സാധാരണമായ എഴുത്തുകളാണ്. വാത്സല്യം പ്രകടിപ്പിക്കുന്ന കത്തുകൾ അതിനകത്തുണ്ട്. പ്രേമസല്ലാപപരമായ എഴുത്തുകളുണ്ട്. എന്നാൽ ചില എഴുത്തുകൾ ഔപചാരികമായ എഴുത്തുകളാണ്. ചിലത് വെറും പൊട്ടത്തരമാണ്. മറ്റുള്ളത് ദുഃഖവും ഏകാന്തതയും പ്രകടിപ്പിക്കുന്നതാണ്. വേർപിരിഞ്ഞപ്പോൾ ജെയിംസ് മാഡിസൺ തന്റെ ഭാര്യ ഡോളിക്ക് എഴുതി: ചുറ്റുപാടിലുള്ളതും അരികെയുള്ളതും നിന്റെ അഭാവം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ലിൻഡൻ ജോൺസൺ തന്റെ ഭാര്യ ലേഡി ബേർഡിന് ഇങ്ങനെ എഴുതി: ഞാൻ നിന്നെ വളരെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്ന്. എന്നാൽ റീഗൻസിനും വിൽസൺസും തങ്ങളുടെ ദമ്പതിമാർ എഴുതിയിരുന്നത് ചൂടൻ കത്തുകളായിരുന്നു. അവർ സെനറ്റർമാർക്കോ അംബാസിഡർമാർക്കോ എഴുതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ എഴുത്തുകളായിരുന്നു തന്റെ ഭാര്യയ്ക്ക് എഴുതിയത്. ഇങ്ങനെ ഈ ഔദ്യോഗിക ഉത്തരവാദിത്വം വഹിച്ചിരുന്നവർ തങ്ങളുടെ പ്രിയതമയ്ക്ക് കത്തുകൾ എഴുതിയതും എന്നാൽ തങ്ങളുടെ ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് എഴുതിയതായ ലെറ്ററുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരാൾ തന്നെ എഴുതിയ എഴുത്തുകളാണ്. എന്നാൽ ഒരു സന്ദർഭത്തിൽ എഴുതിയ എഴുത്തും മറ്റേ സന്ദർഭത്തിൽ എഴുതിയ എഴുത്തും തമ്മിൽ ഒരാൾ തന്നെ എഴുതിയതാണോ ഇതെന്ന് സംശയിക്കാവുന്ന വിധത്തിൽ ഉള്ളതായ എഴുത്തുകളാണ് ഇതിൽ പലതും. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് ഒന്ന് മുഖവരയായി ചിന്തിച്ചത്. വേദപുസ്തകത്തിൽ നമ്മൾ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതും 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതും തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല എന്ന് അനേകർ അഭിപ്രായപ്പെടുന്നുണ്ട്. പലരും അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഈ 2 അധ്യായവും ഇതുപോലെ ഒരാൾക്ക് എഴുതാൻ കഴിയുകയില്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്തമാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരേ കഥ വ്യത്യസ്തമായ ശൈലി എന്നുള്ളതാണ്. സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഒരേ കഥ വ്യത്യസ്തമായ ശൈലി. സൃഷ്ടിപ്പിനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്ന ശൈലിയിലല്ല 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഓരോ ദിവസവും സൃഷ്ടിപ്പ് കഴിഞ്ഞു, സന്ധ്യ വിശ്വസമായ 1-ാം ദിവസം.
അങ്ങനെ ഓരോ ദിവസത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിച്ചതുപോലെ യഹോവേ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം വിശദമായി എഴുതുകയാണ്. അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, അപ്പനെയും അമ്മയും വേർപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ് അതിന്റെ അവസാന ഭാഗത്തേക്ക് എഴുതിയിരിക്കുന്നത്. എന്നാൽ 1-ാം അധ്യായത്തിൽ ആ ശൈലിയല്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് 1-ലെ സൃഷ്ടിയുടെ ബൃഹത്തായ വീക്ഷണം ഉൽപ്പത്തി 2-ലെ ചുരുക്ക വിവരണത്തിന് മുന്നോടിയായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് രണ്ടും ഒരാൾ എഴുതിയാണെന്ന് തോന്നുന്നില്ല. ആദ്യത്തേത് കൂടുതലും കാലക്രമവും, രണ്ടാമത്തേത് വിഷയാധിഷ്ഠിതവും മനുഷ്യത്വത്തിന്റെ സ്വഭാവ ദൈവിക ഭരണക്രമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഉള്ള യഥാർത്ഥ ചരിത്രമാണ് ഉൽപ്പത്തി 2 വിവരിക്കുന്നത്. ഉൽപ്പത്തി 1-ഉം 2-ഉം അധ്യായങ്ങളെ ചേർച്ചയോടെ ഒരേ വാചകത്തിൽ അവതരിപ്പിക്കുന്നതിന് യേശുവിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഈ 2 വിവരണങ്ങളും ദൈവവചനവുമായി ബന്ധിപ്പിച്ചതും ചേർച്ചയുള്ളതുമായി യേശു സ്വീകരിച്ചെങ്കിൽ 1-ഉം 2-ഉം അധ്യായത്തിലെ കാര്യങ്ങൾ ചേർച്ചയുള്ളതായി യേശു തന്റെ ഈ ഭൂമിയിലെ പ്രവർത്തന സമയത്ത് വിവരിച്ചെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് രണ്ടും ചേർച്ചയുള്ളതായി നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കാണാം. കാരണം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിക്കപ്പെട്ട് പ്രേരിപ്പിക്കപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് അത് ശൈലി വ്യത്യസ്തമാണെങ്കിലും അതിന്റെ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്കതിനെ യേശു സ്വീകരിച്ചതുപോലെ നമുക്കും സ്വീകരിക്കാം. നമ്മുടേതായ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ വ്യത്യസ്തമായ ശൈലികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രയോഗത്തിൽ വരുത്തുവാൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനോട് ചേർന്ന് യേശു ഈ വചനങ്ങളെ ഒരുമിച്ച് ചേർത്തതുപോലെ ഇത് പ്രയോഗത്തിൽ വരുത്തുവാൻ നമുക്കും നോക്കാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യത്യസ്തമായ ശൈലികളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിനെ ചേർത്ത് പിടിക്കുവാൻ അല്ലെങ്കിൽ അത് ഒരുമിപ്പിക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വെട്ടിപ്പുറം സഭയിലെ അലീന ജോൺ, കുമ്പളാംബിക സഭയിലെ സുധ വെസ്ലി, ഇവരുടെ 2 പേരുടെയും ജന്മദിനമാണ്. അവർക്കെല്ലാ ജന്മദിന ആശംസകൾ നേരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വർഷം കൂടി നീട്ടിക്കൊടുത്തല്ലോ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അനുഗ്രഹിച്ച ദൈവം ഈ വർഷവും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനും അതവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. സൃഷ്ടിപ്പിന്റെ ചരിത്രത്തിൽ കൂടെ അടികൾ പഠിക്കുമ്പോൾ കർത്താവേ, 1-ഉം 2-ഉം അധ്യായങ്ങൾ വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിലും കർത്താവ് അതിനെ 2-നെയും ചേർത്തതുപോലെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ കർത്താവെ വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ ദൈവവചനത്തെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വചനം കേട്ട എല്ലാവരെയും കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പേര് പറഞ്ഞ 2 പേരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു വർഷം കൂടെ അവരുടെ ആയുസ്സിൽ ദൈവം നീട്ടിക്കൊടുത്തല്ലോ. ദൈവത്തിന്റെ പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമേ. ആവശ്യമായ എല്ലാ നന്മകളാലും നിറയ്ക്കണം. ആരോഗ്യവും ബലവും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ കുറവുകളൊക്കെ അവിടെ ക്ഷമിക്കണമേ കർത്താവേ. അങ്ങേക്കൊള്ളാവുന്ന ജീവിതം നയിപ്പം ഞങ്ങളെ സഹായിക്കണം. എല്ലാം നമ്മളാൽ നിറച്ചന്ത്യത്തോളം കാത്തു പരിപാലിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു വിശുദ്ധ ദിവസം നേരുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ തുടർന്നുള്ള മണിക്കൂറുകൾ ദൈവപ്രസാദമുള്ളത് തീരട്ടെ. അതിനായി നമുക്ക് പൂർണ്ണ സമർപ്പത്തോടെ ഈ ദിവസത്തെ ചെലവഴിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.